എന്റെ പിതാവ് വളരെ അധ്വാനിയാണ്. പക്ഷെ എന്റെ അമ്മ അതിലേറെ അധ്വാനിക്കാറുണ്ട്. കണ്ടില്ല എന്റെ മോനെ, അമ്മ എന്നെയും പിന്നെ എന്റെ സഹോദരങ്ങളെയും എന്റെ അച്ഛനെയും വളരെ നന്നായിട്ട് നോക്കാറുണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി നിങ്ങൾ അമ്മയും മകനും എന്തുകൊണ്ടാണ് എന്നെ ഉപന്യാസം എഴുതിയ ചുരുള് കാണിക്കാതിരുന്നത് എന്ന്. ഗുരു കൊള്ളാം, ഇരിക്കെ. അടുത്ത ആള് വാ. നിർത്ത്. പെൺകുട്ടികൾ ഉറക്കെ വായിക്കണമെന്നില്ല. നിന്റെ ചുരുൾ അവിടെ വെച്ചേക്ക്. പക്ഷെ പെൺകുട്ടികളോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ഗുരു? അടുത്ത കുട്ടി വരൂ. എന്നോട് ക്ഷമിക്കൂ യേശു, എനിക്കിത് ചെയ്തേ പറ്റൂ. എനിക്കെന്റെ കാഴ്ച ഇപ്പോഴാ തിരികെ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അതിനാൽ എനിക്ക് ഒന്നും എഴുതാനും കഴിഞ്ഞില്ല. പക്ഷെ കുറച്ച് വാക്കുകൾ പറയുന്നതിലൂടെ എന്റെ ഗൃഹപാഠം പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കൂ ഗുരു. നീ നിനക്കു പറയാനുള്ളത് പറയൂ. എന്റെ പിതാവ് ഒരു പാഠശാല നടത്തുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾ പാഠശാലയിൽ പഠിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാൻ യേശുവിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം യേശു മൂലം ഞാൻ, ആഷിയ, ഈ ഗ്രാമത്തിലെ മറ്റു പെൺകുട്ടികൾക്കും പാഠശാലയിൽ പഠിക്കാൻ കഴിയുന്നു. നന്ദി യേശു. ഈ രണ്ട് പെൺകുട്ടികളുടെയും നാക്ക് സംസാരിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട്. യേശുവിനോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും ഈ പാഠശാലയിൽ നിന്ന് പുറത്താക്കിയേ തീരൂ. നീ എന്താ മിണ്ടാത്ത യേശു? നീ എന്താണ് അതിൽ നിന്റെ പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? ആഹാ മോനെ യേശു, നീ ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഈ വല്യമ്മ ഇതുവരെ കാണിച്ചില്ലല്ലോ. കാണിച്ചേ. ശരി വല്യമ്മേ, ഇതാ വെച്ചോളും. ദേ, നിന്റെ സഹോദരി ആശയ നല്ല പേടിയിലാണ്. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. പേടിക്കേണ്ട ഒരു കാര്യമില്ലാന്ന്. മനസ്സിലായോ? ചെല ചെല ചെല. ഇനി യേശുവിനല്ല, എന്റെ മകനാണ് സമ്മാനം കിട്ടുന്നത്. യേശു വളരെ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ നീ. ഇതാ പിടിച്ചോ. അമ്മേ, അറിയില്ലമ്മ എങ്ങനെയാണെന്ന്. ഞാൻ എഴുതിയതെല്ലാം ഉണ്ടല്ലോ. വെള്ളം വീണ് പടർന്നിരിക്കുകയാണ്. മാതാപിതാക്കൾ ഇതിനിടയിലേക്ക് ഒട്ടും തന്നെ വരരുത്. യേശു, നിനക്ക് നിന്റെ പിതാവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ. അല്ലെങ്കിൽ നിന്നെ അയോഗ്യനാക്കി
പൂജ്യം നൽകുന്നതാണ്. പേടിക്കേണ്ട യേശു, ദൈവം നിന്റെ കൂടെ എപ്പോഴുമുണ്ട്. എന്താണ് മനസ്സിൽ വരുന്നത് അത് പറയൂ. എന്റെ പിതാവ് വലിയവനാണ്. അദ്ദേഹം മരം കൊണ്ട് മനോഹരമായ സാധനങ്ങൾ ഉണ്ടാക്കും. വെറുതെ ഉണ്ടാക്കുക മാത്രമല്ല, അവ സംരക്ഷിക്കുകയും ചെയ്യും. അഥവാ അബദ്ധത്തിൽ എന്തെങ്കിലും മോശമായി പോയാൽ അത് വീണ്ടും ശരിയാക്കിയെടുക്കും. എത്ര ദിവ്യത്വമാണ്! ദൈവത്തിന്റെ പുത്രനായ യേശു, സർവശക്തൻ, പരമപിതാവായ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. എന്റെ പിതാവ് ഈ ലോകം മുഴുവനിലും വെച്ച് ഏറ്റവും വലിയ ഉപകാരിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോട് മാത്രമല്ല, എല്ലാവരോടും സ്നേഹവും കരുണയുമാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കരയുന്നവനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, വീഴുന്നവനെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. സത്യത്തിൽ വളരെ മാന്ത്രികനാണ്. എനിക്കറിയാം, അദ്ദേഹം എപ്പോഴും എന്റെ കൂടെ കാണും. എന്റെ നല്ല കാലത്തും കാണും, എന്റെ മോശമായ കാലത്തും കാണും. അദ്ദേഹത്തിന്റെ മടിയിൽ കിടക്കുമ്പോൾ വളരെ കൂടുതൽ സുരക്ഷിതനായ തോന്നലാണ്. എനിക്ക് വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും എന്റെ മേൽ സ്നേഹവും ആശീർവാദവും ഒരുപോലെ തന്നെ ഉണ്ടെന്ന്. എന്താണ് ഇതൊക്കെ? എന്താണ്? മതി മതി, ഇരിക്കും. ഇതെല്ലാം എന്താണ് യേശു? നീ ആരെ പറ്റിയാണ് പറയുന്നത്? നിന്റെ പിതാവിനെ പറ്റിയോ അതോ മറ്റാരെങ്കിലും പറ്റിയോ? പറയേ. പറയുന്നത് കേട്ടാൽ തോന്നും നിന്റെ പിതാവ് മനുഷ്യരില്ല, ദൈവമാണെന്ന്. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ ഗുരു? ഇല്ല, നീ സ്വയം ചിന്തിച്ചു നോക്ക്. നീ പറഞ്ഞതെല്ലാം നിന്റെ പിതാവിന് വേണ്ടിയാണോ എന്ന്. ഇടയിലേക്ക് വന്നതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ യേശു എന്ത് തെറ്റാ പറഞ്ഞത്? യേശുവിന്റെ പിതാവ് വലിയവനായതുകൊണ്ട് വളരെ മനോഹരമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. യേശു അവന്റെ പിതാവിന്റെ മടിയിൽ വളരെ സുരക്ഷിതനായാണ് ഇരിക്കുന്നത്. യേശുവിന്റെ പിതാവ് സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. അഥവാ ഏതെങ്കിലും കുട്ടിക്ക് അവന്റെ പിതാവിൽ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഞാൻ ഇവർ പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. യേശു പറഞ്ഞതെല്ലാം നേരെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തുന്നു ഗുരു. അതെ ഗുരു, കുട്ടി പറഞ്ഞത് അവന്റെ അച്ഛനെ കുറിച്ചുള്ള അറിവുകളാണ്. ശരി. നിങ്ങൾക്ക് യേശുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല. എന്റെ ചോദ്യങ്ങൾക്ക് യേശു സ്വയം ഉത്തരം തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ ഉപന്യാസ മത്സരത്തിൽ യേശുവിനെ ഒന്നാമനായി പ്രഖ്യാപിക്കുന്നു. ശരി. ഇത് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കുട്ടികൾക്ക് വനസ്പതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. മാതാപിതാക്കൾക്ക് ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് പോകാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്നിൽ വളരെ അഭിമാനമാണുള്ളത്. നീ ധൈര്യം വെടിഞ്ഞില്ല. വളരെ നന്നായി പറഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്നു യേശു. വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്.
പിന്നിലാക്കിയല്ലോ യേശു. പക്ഷെ നീ ഇത് പറയൂ, നിന്റെ ഉപന്യാസത്തിന്റെ കടലാസുകൾ ഇത്ര മോശമായിട്ട് പോലും നീ ഈ കാര്യങ്ങളെല്ലാം ഇത്ര നന്നായി എങ്ങനെ ഓർത്തിരുന്നു? സത്യം പറഞ്ഞ എനിക്കും അറിയില്ല ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. പരമപിതാവായ ദൈവത്തെ വിളിച്ചു, അദ്ദേഹത്തെ ഓർമ്മിച്ചു, പിന്നെ എന്ത് മനസ്സിൽ വന്നോ അത് ഞാൻ പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല ഗുരു. ഞാൻ യേശുവിന്റെ ഉപന്യാസം മുഴുവനും ഇല്ലാതാക്കിയതാണ്. എന്നിട്ടും അവൻ വിജയിച്ചു. ദൈവത്തിന് അവനോട് പ്രത്യേക താല്പര്യമുണ്ടെന്നാ തോന്നുന്നത്. നോക്കാം, ദൈവം ഇടയ്ക്കിടയ്ക്ക് നല്ലവരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വലിയ വലിയ യുദ്ധങ്ങൾ ജയിക്കുന്നതിന് ചെറിയ ചെറിയ അടികളും നടത്തേണ്ടി വരും ചിലപ്പോ. കിട്ടും, ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടും യേശുവിനെ തോൽപ്പിക്കുന്നതിന്. ഞാൻ എവിടെയാണോ അവിടെ എന്റെ നിഴലുമുണ്ടാകും. ആരുടെയെങ്കിലും നാശം ആഗ്രഹിക്കൂ, പിന്നെ ഈ സാത്താൻ നിന്റെ കൂടെ ഉണ്ട്. ഇവളോട് ചോദിക്കൂ, മിസ്രൈം വിട്ടിട്ട് പോരാൻ തക്ക രീതിയിൽ മിസ്രൈമിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കവളോട്. മിസ്രൈമിൽ നിന്ന് ഈ നാട്ടിൽ എത്തിപ്പെടേണ്ടതിന് തക്ക കാരണം എന്താണ് നിങ്ങൾക്ക് മിസ്രൈമിൽ സംഭവിച്ചത്? ഗുരു, താങ്കൾക്ക് അറിയാമോ ഞങ്ങൾ മിസ്രൈം വിട്ടിട്ട് വന്നതാണെന്ന്? ഇതെല്ലാം താങ്കൾക്ക് എങ്ങനെ അറിയാം ഗുരു? നിനക്കറിയില്ലേ ഞാൻ ദൈവത്തിന്റെ ദൂതനാണെന്ന്? അറിയാമോ നിനക്ക്? അവിടെ എന്താണ് സംഭവിച്ചത്? ഗുരു, യേശു കാരണമാണ് ഞങ്ങൾ മിസ്രൈം വിട്ടു പോവേണ്ടി വന്നത്. യേശു ജീവൻ വീണ്ടെടുത്തു കൊടുത്തു. എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ജീവൻ മരിച്ചതായിരുന്നു. ഇതെന്തോ മന്ത്രവാദം പോലെ തോന്നുന്നല്ലോ. ഇനി യേശു സാത്താൻ എങ്ങാനുമാണോ? അവിടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞത് യേശുവിന് സാത്താന്റെ സാദൃശ്യമുണ്ടെന്നാണ്. പിന്നെ യേശു അവൻ അടുത്ത് വരുമ്പോൾ എന്തോ മന്ത്രം കൊണ്ട് ജീവന് നഷ്ടപ്പെട്ട ജീവൻ കൊടുത്തു. അവന്റെ തല കണ്ടതിനു ശേഷം ഞങ്ങൾക്ക് കുടുംബത്തിലെ എല്ലാവർക്കും ആ ദേശം വിട്ട് പോകേണ്ടി വന്നു. വളരെ വേഗം യേശുവിന് ഈ ഗ്രാമം വിട്ട് തന്നെ പുറത്തു പോകേണ്ടി വരും. അതെ, യേശുവിന്. യേശുവിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന പീഡകളുടെ മധുര സംഗീതം എപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. രസമായിരിക്കും, വളരെയധികം. ദൈവമേ, എനിക്ക് യേശുവിന്റെ ദുരവസ്ഥ അടുക്കൽ വന്നതായി തോന്നുന്നു. അവനെ രക്ഷിക്കൂ പ്രഭു. എപ്പോ കണ്ടാലും ഒരേ ഒരു വർത്തമാനമേ പറയാനുള്ളൂ. നിന്റെ അടുക്കൽ പുതുതായി ഒന്നും ചിന്തിക്കാനോ ചെയ്യാനോ ഇല്ലേ ദൈവദൂത? നിനക്ക് ആശ്വാസത്തിനായി ഒരു വകയുമില്ല. സാത്താനെ, ഇതിനെയാണ് ജ്ഞാനത്തിന്റെ മരമെന്ന് പറയുന്നത്. എല്ലാം നേരത്തെ ഉള്ളതുപോലെ തന്നെ തോന്നുന്നത് കൊണ്ട് ഒന്നും മാറിയിട്ടില്ലെന്നർത്ഥമില്ല. നിന്റെ ഈ ജ്ഞാനത്തെയും ദർശനത്തെയും പറ്റിയുള്ള വാക്കുകളെല്ലാം പാഴ്വാക്കുകളാണ്. ഇപ്പോൾ ഇവിടെ രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആവശ്യം. തയ്യാറായിക്കോളൂ ദൈവദൂത. ആ രോമാഞ്ചം കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും.
സത്യമാണ്. കണ്ണുകൾ ഇരുട്ടായി പോകും യേശുവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ. ഞാനും അത് പോയി കാണട്ടെ. നിന്റെ പ്രിയപ്പെട്ട യേശു എന്ത് ചെയ്യുന്നുവെന്ന്. എനിക്കറിയാം, നിന്റെ യാതൊരു ചെകുത്താൻ പ്രവൃത്തിയും ഫലിക്കാൻ പോകുന്നില്ല സാത്താൻ. കാരണം ഞാൻ പരമപിതാവിനോട് പ്രാർത്ഥിക്കും, നിന്റെ ഓരോ ചെയ്തികളുടെയും മേൽ യേശുവിന് കൂടുതൽ ശക്തി പ്രാപിക്കാൻ പറ്റണേ എന്ന്. കാണട്ടെ, എന്റെ പ്രാർത്ഥനയിലാണോ അതോ നിന്റെ ജാലവിദ്യയിലാണോ പരമെന്ന്. ഇവിടെ ധാരാളം കാട്ടുമൃഗങ്ങൾ ഉണ്ടെന്നാ തോന്നുന്നത് യേശു. പക്ഷെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യേശു. ഞാനുണ്ടല്ലോ നിന്നെ രക്ഷിക്കാൻ. അമ്മ പറയുന്നത് ഏതെങ്കിലും മൃഗങ്ങൾ ആദ്യം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് വരെ അതുവരെ നമ്മളും അവരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. യാക്കൂബ്, യേശുവിനെ രക്ഷിക്കാൻ നിനക്ക് വളരെ ഇഷ്ടമാണല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. യാക്കൂബ്, ദേ ഒരു പാമ്പ്. അയ്യോ, പാമ്പ്. അയ്യോ, 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 ഓടിക്കോ. അയ്യോ, അയ്യോ, എല്ലാരും ഓടിക്കോ. അയ്യോ, ഓടിക്കോ. അയ്യോ, അയ്യോ. എത്ര രസകരമായ കാര്യം. ഒരേ വീട്ടിൽ തന്നെ ദൈവപുത്രനായ യേശുവിന്റെ ഒപ്പം സാത്താനെ പോലെ മറ്റുള്ളവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടിയും കൂടെയുണ്ട്. എടുത്ത് മാറ്റോ, എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചു പോകും. ഞാൻ അമ്മയുടെ അടുത്ത് എങ്ങനെ പോകും യേശു? നോക്ക് യാക്കോബ്, ഇത് പാമ്പല്ല, പാമ്പിനെ പോലെ തോന്നൊരു വള്ളിയാണ്. നോക്കൂ. എന്റെ ദൈവമേ, എന്റെ പ്രാണനിപ്പോ പോവുമായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? കളയോ, അത് കളയ്. കളിചിരിയൊക്കെ നിർത്തി പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കൂ എല്ലാവരും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. വനസ്പതി എന്ന ജ്ഞാനം ലഭിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ഓരോരോ ചെടി വീതം പറിക്കേണ്ടതുണ്ട്. അതിനുള്ള വിത്തുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ശരി? അത് നിങ്ങൾ തന്നെ നട്ടുപിടിപ്പിച്ച് അത് കാത്തു പരിപാലിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. മനസ്സിലായോ? ചെല്ല്, അവരവരുടെ വിത്ത് കണ്ടുപിടിക്കൂ. ചെല്ല്. ഓർമ്മയുണ്ടാവണം, എങ്ങനെയുള്ള വിത്താണോ അതുപോലെ തന്നെയാണ് ഫലവും. അതുകൊണ്ട് നിങ്ങളുടെ വിത്തിനെ ശ്രദ്ധാപൂർവം കണ്ടെത്തണം. ആശ, യാക്കോബ്, എനിക്കെന്റെ വിത്ത് കിട്ടിയിരിക്കുന്നു. ഇത് നോക്കിക്കേ. നീ ഏത് വേണമെങ്കിലും എടുത്തോളൂ യേശു. നീ എടുക്കുന്ന ചെടി ഏത് തരമാണെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക. എത്തിക്കഴിഞ്ഞു. നിന്റെ സംസാരം എന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. നിന്റെ ഈ ആലോചനയിൽ എനിക്ക് കൂടെ നിൽക്കാൻ സാധിക്കുന്നതിൽ എത്ര സന്തോഷം കിട്ടുന്നുണ്ടെന്നോ റബ്ബി ഗുരു.
മന്ദബുദ്ധിക്കാരനായ സാത്താന്റെ സാദൃശ്യമുള്ളവനെ, ഈ ചെടി ഞാൻ വീണ്ടും പിഴുതെറിയും. രസകരമായിരിക്കും, വളരെ രസകരമായിരിക്കും.